ഇപ്പൊ നമ്മളുടെ ഈ ഒരു പണി സീസണിൽ, സീസൺ 7 ആ ഒരു പണി സീസണിൽ അവർക്ക് ഫസ്റ്റ് തന്നെ കൊടുത്ത പണിയാണ് അവർ കൊണ്ടുവന്ന ആ ഒരു ബാക്ക് പാക്കും കാര്യങ്ങളും കൊടുത്തില്ല എന്നുള്ള സംഭവം. അപ്പൊ അത് തന്നെ ഇപ്പൊ ആണുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അവധിലുള്ള ആണുങ്ങൾ അങ്ങനെ അധികം മേക്കപ്പ് സംഭവങ്ങളും അധികം യൂസ് ചെയ്യാറില്ല. ആകെ നെവിന് മാത്രമാണ് കോസ്റ്റ്യൂം കിട്ടാത്തതിൽ കുറച്ച് പരിഭവമുള്ളത്. പുള്ളി ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളി അത് ബിഗ് ബോസിൽ പറയുകയും ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള അതിൽ ബാൻഡ് ഇല്ലാത്ത ആൾക്കാർക്കൊന്നും അവർ കൊണ്ടുവന്ന ഡ്രസ്സോ മേക്കപ്പ് സാധനങ്ങളോ ഒന്നും ഉപയോഗിക്കാണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുത്തിട്ട് പോലും അത് എന്നാൽ കുറെ ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായി, കുറെ ആളുകൾ ബാക്കിയുള്ള ഈ ആദിലുടെയും നൂറുടെയും കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഫസ്റ്റ് വീക്കിൽ ആ ഒരു എവിക്ഷൻ എപ്പിസോഡിൽ മോഹൻലാൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇത് ഉപയോഗിക്കാണ്ട് പാടില്ല, അത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടും സാധനങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് എല്ലാവരും തന്നെ അവരുടെ സാധനങ്ങൾ തിരിച്ചു കൊടുത്തു. പക്ഷേ ഞാൻ അവിടുത്തെ ജിസയിലും എല്ലാവരും കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു ജിസയില് മാത്രം എന്തിനാണ് അവിടെ ഒരു സ്പെഷ്യൽ പരിഗണന, എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത്. പുള്ളിക്കാരത്തി അവിടെ ബാക്കിയുള്ള കോണ്ടസ്റ്റൻസിനെ പോലെ തന്നെ ആ ഒരു സെയിം ഇതിലുള്ളതാണ്. അതായത് ആർക്കും കൊമ്പും അല്ലെങ്കിൽ ആർക്കും സ്പെഷ്യാലിറ്റി ഒന്നും അവിടെ ഇല്ല. എല്ലാവരും ആ റൂൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ പുള്ളിക്കാരത്തിനും അത് ഉപയോഗിക്കേണ്ട ആവശ്യം. എന്നിട്ടും പിന്നെയും എന്തോ കൺസീലർ അല്ലെങ്കിൽ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെയും 2-3 നമുക്കറിയാം, ഈ ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷോ തൽക്കാലത്തേക്ക് നിർത്തി വെക്കാണ്ട് പോവുകയാണെന്നൊക്കെ പറയുന്ന സമയത്തും അതിന്റെ മെയിൻ ഇഷ്യൂ ഇതാണ്. ജിസയിലാണ് അവിടെ മെയിനായിട്ട് അവളുടെ മേക്കപ്പ് സംഭവങ്ങളും പിന്നെ 2-3 ഡ്രസ്സുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. മേക്കപ്പിനോട് അത്രയും ഒരു ഒബ്സസീവ് ആയിട്ടുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ നമ്മളിവിടെ കോമ്പറ്റീഷൻ വന്നിരിക്കുന്നത്. മനസ്സിലായി, നമ്മളിവിടെ നമ്മളുടെ സൗന്ദര്യം അതും കാണിക്കാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മളവിടെ കോമ്പീറ്റ് ചെയ്ത് വിന്നറാവാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മേക്കപ്പിലാണോ? മേക്കപ്പ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു മാസ്കിംഗ് ആണ്. നിങ്ങൾ റിയൽ ആയിട്ടുള്ള നിങ്ങളെ പുറത്ത് കാണിക്കാതെ ഫേക്ക് ചെയ്ത് കാണിക്കുന്നുള്ളതാണ് മേക്കപ്പ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മനസ്സിലായി, റിയൽ ആയിട്ടുള്ള നിങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾ മേക്കപ്പ് ഒന്നും ഇടാണ്ട് വന്നിരിക്കുന്ന ഒരാളാണ് റിയൽ ആയിട്ടുള്ള സംഭവം. നമ്മൾ അത്യാവശ്യം മുടിയൊക്കെ വാരി വെക്കുക, അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ, നമ്മളുടെ ബാഡ് സ്മെല്ല് വരാണ്ടിരിക്കാൻ വേണ്ടി സ്പ്രേ അടിക്കുക, അത്രയൊക്കെ സംഭവങ്ങൾ ചെയ്താൽ മതി. ഹൈജീൻ ആയിട്ടിരുന്നാൽ മാത്രം മതി. അല്ലാതെ മേക്കപ്പ് ഒരു വൃത്തിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോൺഫിഡൻസിന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടോ ഒരു ഞാൻ കാണുന്നില്ല. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പൊ എന്നിട്ട് ആ ഒരു സംഭവത്തിന് ശേഷം, അതായത് ഈ ടാസ്ക് എല്ലാം ബിഗ് ബോസ് നിർത്തി വെക്കാണ്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് കണ്ടോളാം എന്ന് പറഞ്ഞതിന് ശേഷം ആര്യനും പിന്നെ നമ്മളുടെ റെന ഫാത്തിമൊക്കെ പോയിട്ട് ജിസേലിന് വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ്, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, നീ പുറത്ത് പോകും എന്നുള്ള സംഭവങ്ങൾ പറയാൻ കൊടുത്തിട്ട് പുള്ളിക്കാരത്തി അതൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഡ്രസ്സ് കീറിപ്പോയി വേറെ ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുമ്പോഴത്തേക്കും ബിഗ് ബോസ് എല്ലാവർക്കും 2 ജോഡി ഡ്രസ്സ് വേറെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷവും അവർ തമ്മിൽ ഈ അനുമോളും ഈ ജിസ്കലും തമ്മിൽ പിന്നെയും ക്ലാഷ് ഉണ്ടാവുന്നുണ്ട്. പുള്ളിക്കാരത്തി എന്തോ ലിപ് ബാം എന്തോ സംഭവമൊക്കെ ടിൻഡോ എന്തോ സംഭവം ആര്യൻ്റെ അടുത്ത് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി കുറേ നേരത്തേക്ക് ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഫുൾ അടിയായിരുന്നു ഈ ജിസയിലും അനുമോളും അതേപോലെ തന്നെ ഈ നൂറ്. കാരണം ഇവരെല്ലാവരും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഉപയോഗിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിസൈ പറയുന്നത് ഞാൻ ബീട്രൂട്ടാണ് ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ട്. ഈ അനുമോളും ബീട്രൂട്ടാണ് ഉപയോഗിച്ചിട്ട് അനുമോള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീട്രൂട്ടാന്ന് പറഞ്ഞിട്ട് പുള്ളി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരും പറയുന്നുണ്ട്, നീ ആ ബീട്രൂട്ട് ഒന്ന് കാണിച്ചാൽ മതി, കാണിച്ചവിടെ പ്രശ്നം തീരും. അപ്പൊ അവിടെ ബീട്രൂട്ട് അല്ല ഉപയോഗിച്ചതില്ലെങ്കിൽ അതല്ല ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പുള്ളിക്കാരത്ത് ചോദിച്ചിട്ടൊന്നും മറുപടി പറയുന്നില്ല. അത് എന്തായിക്കട്ടെ പുള്ളിക്കാരത്തിന് ഇഷ്ടം. പക്ഷെ ഇത്രയും ഒരു ഒബ്സസീവായിട്ട് ഇത് മേക്കപ്പ് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റാതിരിക്കുക. അത് എന്തിനാണ് അങ്ങനത്തെ ഒരു ഇത് കാണുന്നത്? അത് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം വളർന്നു വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിവിടെ ഗെയിം കളിക്കാൻ വന്നിരിക്കുകയാണ്. മനസ്സിലാവും, ഇവിടെ ആയിരിക്കും സ്പെഷ്യാലിറ്റി ഒന്നും. നിങ്ങൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെ സ്പെഷ്യാലിറ്റി ഇല്ല. അവർ അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ഒബേ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വന്നിട്ട് ഒബേ ചെയ്ത് പോവാം. അപ്പം അതിനുശേഷം ഇന്നലെ ആ ഒരു ബാൻഡ് കൈമാറാൻ വേണ്ടിയിട്ട് പിന്നെ ടാസ്ക് വെക്കുന്നുണ്ട്. 3 ബാൻഡ് അവിടെ വെക്കും, ബസ് അടിക്കുമ്പോഴത്തേക്കും പോയെടുക്കുക എന്നുള്ള സംഭവങ്ങൾ. അപ്പൊ എനിക്ക് ഓൾറെഡി ഈ ജിസൈൽ ഇതേപോലെ ഈ റൂൾസ് വയലേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ജിസൈലിന് കൊടുക്കണം, ബിഗ് ബോസ് കൊടുക്കണം എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. കാരണം അത് ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഈ സംഭവത്തിൽ ജിസൈലിന് ഇത് കിട്ടുകയും പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഇടാന്നുള്ള ഇതിൽ സന്തോഷിച്ച്. പക്ഷെ ആ കഴിഞ്ഞ വീക്കിൽ അത് പുള്ളിക്കാരത്തെ വയലേറ്റ് ചെയ്തുകൊണ്ടിട്ട് അതിന്റെ പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ആ ബാൻഡ്
പുള്ളിക്കാരത്തിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ള സംഭവം. അത് വളരെ ഒരു നല്ല ഡിസിഷനാണ്, നല്ലൊരു പണിഷ്മെന്റ് ആണ്. അത് പുള്ളിക്കാരത്തി അർഹിച്ചതുമാണ്. അതുപോലെ തന്നെ ജനങ്ങൾ, ഇത് കാണുന്ന പ്രേക്ഷകർ ആഗ്രഹിച്ചതുമാണ്. ബിഗ് ബോസ് അത് ചെയ്തത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് സംഭവം അത് നിങ്ങൾ എന്താണ് പുറത്ത് പോകുമ്പോഴത്തേക്കും ഇടുകയോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഇടുകയോ കാര്യങ്ങൾ അത് അവരവരുടെ ഇഷ്ടം. പക്ഷേ കുറച്ച് നേരത്തേക്കും നമ്മൾക്കത് മാറ്റി വെക്കാണ്ട് നമ്മളുടെ ലൈഫിന്റെ ഭാഗമാക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നമ്മൾ ബാക്കിയുള്ള ജീവികളെ പോലെ നമ്മളും ഒരു ജീവിയാണ്. അപ്പൊ നമ്മള് ഈ എന്താണ് മേക്കപ്പ് ഇട്ടുന്ന കുറെ ആൾക്കാരുണ്ട്, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് ഇത്രയും ഒബ്സസീവായിട്ട് അതില്ലാണ്ട് പറ്റൂല എന്നുള്ള സംഭവങ്ങളൊക്കെ എന്തിനാണ് വരുന്നത് എന്നുള്ള സംഭവമാണ്. നിങ്ങൾ ഫേസിൽ നിങ്ങൾ മേക്കപ്പ് ഇട്ട് പുറത്തു പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസ് കാണുന്നില്ല, മറ്റുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ഫേസ് കാണുന്നത്. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെ മേക്കപ്പ് ഇടുന്നത്? ഞാൻ എല്ലാവരും പറയുന്നില്ല, ഇതേപോലെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരെ മാത്രമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിലും കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ യൂട്യൂബിൽ കുറേ എന്താണ് നമ്മളുടെ ഉണ്ണി വ്ളോഗ്സും അതുപോലെ ബാക്കിയുള്ള ഈ മൂവ്മെന്റ്സ് വ്ളോഗും കുറേ റിയാക്ടേഴ്സും കുറേ ഈ എന്താണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സും അല്ലെങ്കിൽ അവർ ഈ കുറേ ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് അവർ കുറേ കോസ്മെറ്റിക് സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. ആ കോസ്മെറ്റിക് സാധനങ്ങൾ ആൾക്കാർ ഉപയോഗിച്ചിട്ട് അവരുടെ ഫേസിലും അല്ലെങ്കിൽ അവരുടെ ബോഡിയിലും കുറേ സൈഡ് എഫക്ട്സ് വരുന്നു എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാർ ഏറി കയറ്റിട്ടുണ്ടായിരുന്നു. ഉണ്ണി വ്ളോഗ്സ് പ്രത്യേകം കുറേ ആൾക്കാരുടെ പേര്, ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെയും അല്ലാത്ത ആൾക്കാരുടെയും പേരുകളെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അവർ ഫിൽറ്റർ ഇട്ടിട്ട് ഒരു എന്തെങ്കിലും സംഭവം കാണിക്കും, എന്നിട്ട് പറയും കണ്ട എൻ്റെ ഫേസ് ഇവിടെ ഡാർക്ക് ആണ്, ഇവിടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം എന്താണ് ഫിൽറ്റർ ഇട്ടിട്ട് വെളുപ്പ് ഫോണിൽ ഫിൽറ്റർ ഇട്ട് നമ്മളുടെ സ്കിന്നിൻ്റെ വെളുപ്പെടുത്ത് കാണിച്ചിട്ട് ഞാൻ കണ്ടത് ഞാൻ ക്രീം യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ പോയതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ ഉള്ള സംഭവങ്ങൾ പല ബ്യൂട്ടി ബ്ലോഗേഴ്സും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഈ സംഭവങ്ങളും കൂടി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എത്ര പറഞ്ഞു തരണമെങ്കിലും പഠിക്കാത്ത ആൾക്കാർ എന്തെങ്കിലും പണിയിട്ടപ്പോഴത്തേക്കും പഠിക്കും, അത്രയും മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.